നമുക്ക് പാപ്പ തിന്നണ്ടേ? അത് കഴിഞ്ഞ് നമുക്ക് കുളിക്കണം, പിന്നെ പൊട്ട് തൊടണം. അയ്യോ എന്റെ പൊന്നു സ്വന്തം നേരെ വിളിക്കില്ല നീ. എടി മുമ്പിൽ മാറിക്ക്. അടുത്തേക്ക് മാറല്ലേ? ഓ അപ്പൊ എന്റെ അടുത്ത് ചാടി കളിക്കാൻ ഭയങ്കര അറിയാലോ. കൊല്ലും ഞാൻ കൊല്ലും. നീ എന്താ വെച്ചാ കാണിക്ക്. ലച്ചു മാറി നിൽക്കും, അടുത്തേക്ക് വരരുതെന്ന്. നീ മാറിക്കടാ. അമ്മുമ്മേ அம்மா வேலையெல்லாம் சீக்கிரம் முடிஞ்சப்போ எவ்வளோ சந்தோஷம் இல்ல? അതെ അതെ. കേശോട്ടാ, ലജ്ജേച്ചി സിതളേനായിട്ട് ഭയങ്കര അടി. അമ്മുമ്മ മുട്ടൻ അടിയാന്നാ തോന്നുന്നേ. അയ്യോടാ, എന്തോ ആയിരിക്കൂടാ? എന്തോ പ്രശ്നം എന്നോട് ചോദിച്ചു കഴിഞ്ഞാ ഞാൻ നിങ്ങളോട് ഇത്ര നേരം ഇവിടെ അല്ലേ നിന്നത്? അങ്ങോട്ട് പോയി നോക്കാം. വാ. ലച്ചു നീ അനങ്ങരുത്, എനിക്ക് കൊല്ലണം. എന്റെ പൊന്നു സിദ്ധാർത്ഥ, നീ ഒന്ന് ഒച്ചെടുക്കാതിരിക്ക്. പിന്നെ എനിക്ക് കൊല്ലണം, ഞാൻ കൊന്നിരിക്കും. എന്താ പിന്നെ താൻ കൊല്ലണ സൈഡിലോട്ടേക്ക്. ഞാൻ കൊല്ലും. പക്ഷെ താൻ കൊല്ലുന്നതിന് മുന്നേ ഞാൻ കൊല്ലും. അളിയാ ലച്ചേച്ചി എന്തിനാണ് എന്താ പ്രശ്നം? എന്താ ചേച്ചി? ഒന്ന് കോളർ കാണുന്നത്. വേണ്ട വേണ്ട നോക്കുമ്പോ തല കയറുന്നു. എന്താ പിന്നെ താൻ ഡയലോഗ് അടിക്കാൻ എന്താ ചെയ്യണോ? ഞാൻ ചെയ്യാൻ പോവാ. എടാ, ഇത് അവര് തമ്മിലുള്ള എന്തോ പ്രശ്നമാണ്, അതിനകത്ത് നമുക്ക് ഇടപെടേണ്ട കാര്യമില്ല. നീ വന്നേ. അമ്മൂമ്മ എന്തരമ്മ പറയണത്? ആ അളിയൻ ഇങ്ങനെയൊക്കെ പറയുന്നേ ഉള്ളൂ. ആ തണ്ടിത്തടിയൊക്കെ ചുമ്മാ കാഴ്ചക്കാണ്, വെറും ഷോ, ഒന്നും ചെയ്യൂല. പക്ഷെ നമ്മുടെ ലച്ചു ചേച്ചി ഉണ്ടല്ലേ, കൈ കിട്ടുന്നിടത്ത് തലക്കടിച്ച് ഉറക്കിക്കളയും. ചേച്ചി ഒന്നും ചെയ്യല്ലേ ചേച്ചി. മോളെ, ഞാൻ ചവിട്ടി തുറന്ന് എന്റെ അളിയൻ എന്തെങ്കിലും പറ്റിയ ലച്ചു ചേച്ചി ചേച്ചി തുറച്ചി ചവിട്ടിയാൻ തുറക്കല്ലേ. എന്താടാ? എന്താ ചേച്ചി? ഞാൻ പറഞ്ഞില്ലേ, കണ്ട എന്റെ അളിയനെ കണ്ട? അളിയൻ പേടിച്ച് വിറച്ച് കട്ടില്ല മണ്ട കയറിയിരിക്കുകയാണ്. എന്താ ചേച്ചി ചെയ്തേ? ലച്ചു, എന്താ മോനെ, അവള് വല്ലതും ചെയ്തായിരുന്നോ മോനെ? ഇല്ല, ഒന്നും ചെയ്തില്ല. ഒന്നും ചെയ്തില്ലേ? ഇല്ലില്ല. ഒന്നും ചെയ്യാതെ അളി എത്ര കിടന്ന് കരഞ്ഞത്? ചേച്ചി കാര്യം എന്താ ചേച്ചി? പറയട്ടെ. ഈ 6 അടി 2 ഇഞ്ച് പൊക്കമുള്ള നിന്റെ അളിയനുണ്ടല്ലോ, ഇച്ചിരി പോന്ന പാറ്റപ്പേടിയ. പാറ്റ പേടിയാണോ? അയ്യേ, എന്തോന്നളിയാ? എന്റെ അമ്മൂമ്മ, ഞാൻ അവിടെ മനസമാധാനത്തോടെ കുളിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഞാൻ നോക്കിയപ്പോ ഇവിടെ കിടന്ന് ഒച്ചപ്പാടും ബഹളവും. കുളിച്ച പാതി കുളിക്കാത്ത പാതി ഞാൻ പുറത്തേക്ക് ഇറങ്ങി. അപ്പൊ എന്റെ അടുത്ത് കിടന്ന് ഒച്ച എടുക്കുന്നു. അളിയ നീ ഇത് കേൾക്കണം. ഞാൻ മൊബൈൽ നോക്കി ഇവിടെ ഇരിക്കുവായിരുന്നു. ഞാനിങ്ങനെ ചുറ്റും നോക്കിയപ്പോഴേക്കും അവിടെ ആ കഥകിന്റെ മൂലയ്ക്ക് കറക്റ്റ് കൊളുത്തിന്റെ അവിടെ പാറ്റ. എനിക്ക് പുറത്തോട്ട് പോലും ഇറങ്ങാൻ പറ്റുന്നില്ല. എന്നാൽ അത് എന്റെ ലോക്ക് എനിക്ക് മനസ്സിലായിട്ട് ഞാൻ ഇവിടെ സേഫ് ആയിട്ടിരിക്കുമ്പോൾ ഈ സൈഡിലും കൂടി ഒരു പാറ്റ. എന്നെ 2 പാറ്റയെ ലോക്ക് ചെയ്ത്. 2 പാറ്റ. 2 പാറ്റ നിന്റെ അളിയനെ ലോക്കാക്കി. പേടിച്ചു പോകത്തില്ലേ? ഇപ്പൊ കാണുന്നില്ല. പോയല്ലേ? ഇനി താങ്കൾക്ക് പുറത്തേക്ക് ഇറങ്ങാം. ഇനി ഇറങ്ങാം. അവിടെ ബാക്കിൽ കാലിലൂടെ പാറ്റ. ആളിയാ പാറ്റ പാറ്റ എനിക്ക് ചെറുപ്പം മുതലേ പേടിയാതാ. യേശുവേ, ഇവൻ കുഴിപ്പള്ളത്ത് അധികം നിക്കാൻ വലിയ താല്പര്യം കാണിക്കാത്ത എന്താന്നറിയോ? ആയിരിക്കും. പാറ്റ. പാറ്റ അവിടെ ഇഷ്ടം പോലെ ഉണ്ടോ? ഇഷ്ടം പോലെ പാറ്റ. അതുപോലെ ഇപ്പൊ ഈയിടെയായിട്ട് ഇവിടെയും കുറെ പാറ്റകളെ കാണുന്നുണ്ട് കേട്ടോ. കൊറേ പാറ്റകളെ. ആധാർ കാർഡൊക്കെ മേടിച്ചു വെച്ചോ? എന്റെയൊക്കെ മേടിച്ചു വെക്കണം. ചെക്ക് പോസ്റ്റ് വെക്കാം. ലച്ചു, ഇനി ഈ വീട്ടില് ഒരു പാറ്റ പോലും കാണരുത്. എല്ലാത്തിനെയും കൊന്നു കളഞ്ഞേക്ക്. വീട്ടിലെ മാത്രമല്ല, ലോകത്തിലെ എല്ലാ പാറ്റകളെയും കൊല്ലണം. നമുക്ക് എല്ലാത്തിനെയും കൊന്നു കളയാം. ഞാനേ ആദ്യം ഒന്ന് കുളിച്ചിട്ട് വരാം. ഇവന്റെ ഒച്ചപ്പാടും ബഹളം കാണാൻ എനിക്ക് കുളിക്കാനും പറ്റിയില്ല. ലോകത്തിലെ എല്ലാ പാറ്റയും കൊല്ലണം. ഇവിടെ എന്തുവാ? അമ്മമ്മേ ചെല്ല്. നമ്മുടെ പിള്ളേർക്ക് ഈ പാറ്റേനെയും പഴുതാരനെയും ഒക്കെ പേടിയില്ലാത്തത് വലിയ കാര്യമാണ് കേട്ടാ. എന്നാലും ഇത് വല്ലാത്തൊരു പേടിയായി പോയി. പാറ്റേനൊക്കെ അവന് പണ്ടേ പേടിയുണ്ട്. സംഭവം എന്താന്ന് വെച്ചാലേ, ഗൾഫിൽ ഇവൻ നിൽക്കുന്നിടത്തെ വലിയ പാറ്റ ശല്യം ഒന്നുമില്ല. ഇവിടെ കുഴിപ്പള്ളത്ത് വന്നപ്പോഴത്തേക്കും അവിടെ അടുക്കളയിലെ റൂമിൽ എന്തോ 2-3 പാറ്റേനെ എന്തോ കണ്ട്.
അപ്പൊ പേടി മനസ്സിൽ കൂടിയതാ. നീ ഇവിടെ വന്നപ്പോഴത്തേക്കും ഇവിടെയും പാറ്റ. അപ്പൊ പിന്നെ മൊത്തത്തിൽ കൈനേ അങ്ങ് പോയി. അതാ லெச்சு அதான் நான் யோசிக்கிறேன். இந்த வீட்ல எப்பவாவது இந்த கரப்பாம்பூச்சியை நான் பார்த்த உடனே அடிச்சு கொண்டு போட்டுடுவேன். കരപ്പാമ്പൂച്ചി அதான் உங்க பார்த்தா പാറ്റ പാറ്റനെ തല്ലിക്കൊല്ലോ. പിന്നെ പാവം. അയ്യോ പാവം. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്, 2-3 പിടിച്ച് നിന്റെ കെട്ടിയോനൊന്ന് കൊടുക്ക്. ഇവിടെ കിടന്ന് പേടിച്ച് നിലവിളിക്കുമായിരുന്നു. ഞാനൊരു പ്രകൃതി സ്നേഹി ആയതുകൊണ്ട് പറഞ്ഞതാ. എന്റെ പൊന്നമ്മ ഇനിയൊന്നും പറയല്ലേ. അവസാനം ദുർബലയായ പാറ്റെന്ന് പറഞ്ഞ അടുത്ത് കവിത വല്ല എഴുതി വെക്കും ഇത്. டெகேசு எனக்கு இந்த பாத்தையெல்லாம் பயமே இல்ல. ஆனா இந்த பாம்பு இருக்குல்ல ரொம்ப பயம். പട്ടീനെയും പേടിയല്ലേ? அதுவும் பயமா இருக்கு. പൂച്ചയെ പേടിയുണ്ടോ? அதுவும் பயம்தான்டா. കോഴി? அதுவும் കാക്ക? குத்துண்டா. അപ്പൊ ഈ പേടി ഇല്ലാത്തത് എന്തിനാണെന്നൊന്ന് പറയാമോ? இந்த சிம்ஹம் புலி கடுவை அதெல்லாம் பயமே இல்லடா. എന്തര്? அதெல்லாம் நான் பார்த்ததே இல்ல. പക്ഷെ എനിക്കുണ്ടല്ലോ, എനിക്ക് എലിയെ ഭയങ്കര പേടിയാ. എലി? எனக்கும். നല്ല കാര്യം. டே கேசு உனக்கு என்ன பயம்? മെർലിൻ. ചേച്ചേ അറിയാതെ വായിന്ന് വീണ് പോയതാ. ചില സത്യങ്ങളൊക്കെ ഇങ്ങനെ വീഴും, അതൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കണം. ഇതിനെ ഞാൻ വല്ലതും ചെയ്യും കേട്ടോള്ള കാര്യം ഞാൻ പറഞ്ഞു പറഞ്ഞാലേ. അതെ അമ്മൂമ്മ, ഇങ്ങനെയുള്ള അസുഖത്തിനൊക്കെ ഒരു പേരുണ്ട്, സൂഫോബിയ എന്ന് പറയും. ആ എനിക്ക് അപ്പോഴേ തോന്നിയായിരുന്നു മോനെ. டேய் எனக்கு இருக்குமாடா എന്തോന്നു? സൂഫോബിയ. അടുക്കളയിൽ ഇരിക്കണ സാധനമല്ല എനിക്കിരിക്കോടാന്ന് ചോദിക്കാനായിട്ട്. സൂഫോബിയ എന്തായിരുന്നു അറിയൂ? എനിക്കറിയാം. അമ്മുമ്മ, ഈ സൂഫോബിയ എന്ന് പറഞ്ഞാല് ചില ആൾക്കാർക്ക് എല്ലാ മൃഗങ്ങളെയും പേടിയായിരിക്കും. അതേപോലെ തന്നെ ചില ആൾക്കാർക്ക് ചില മൃഗങ്ങളെ മാത്രം പേടിയായിരിക്കും. ഈ അസുഖത്തിനാണ് സൂഫോബിയ എന്ന് പറയുന്നത്. அதுக்கு இந்த கரப்பாம்பூச்சி மிருகம் எல்லாம் இல்லல்ல. കറുപ്പാമ്പൂച്ചി മൃഗമല്ലായിരിക്കും, പക്ഷേ അത് ഈ ഒരു കണക്കിന് വരുമ്പോൾ മൃഗമായിട്ടൊക്കെ എടുക്കാം. ചുമ്മാ കളിക്കില്ല കേട്ടോ, പറയണം കേട്ടാ മതി. അങ്ങനെ തന്നെ. അതായത് അമ്മുമ്മ, ഇപ്പൊ നമ്മളെ ഒരു മൃഗം നമ്മൾ ഭയങ്കര ഒരു ട്രോമ ചെയ്തെന്നായിരിക്കും. ട്രോമ എന്ന് വെച്ചാൽ നമ്മളെ പേടിപ്പിച്ചു. അങ്ങനെ ഉണ്ടെങ്കിൽ അതിന്റെ പേടി നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കിടക്കും. കുറച്ച് കഴിയുമ്പോൾ സൂഫോബിയ. എന്നെ എലിയും പുലിയും ഒന്നും ഉപദ്രവിച്ചിട്ടില്ല, പക്ഷെ എനിക്ക് എലിയെ പേടിയാന്നല്ലോ. சொல்லுடா. അമ്മുമ്മ, ഈ പേടി എന്ന് പറയുന്ന സാധനം നമ്മുടെ മനസ്സിനകത്ത് ഉണ്ടായി വരുന്ന ഒരു സാധനമാണ്. പക്ഷെ അതൊരു അസുഖമാണ്. പക്ഷെ അത് നമ്മളിപ്പോ അസുഖം എന്ന് പറയണില്ല. നമുക്ക് മനസ്സിലായോ? എന്നാ അങ്ങനെ തന്നെ, അതാണ് സൂഫോബിയ. ഞാൻ ആലോചിക്കുന്നത് അതൊന്നുമല്ല. സിദ്ധുവിന് എവിടെ നിന്നാണോ ഇത്രയും പേടി വന്നത്? അളിയൻ ചേച്ചിയെ കെട്ടിയതിന്റെ അന്ന് മുതല് ആയിരിക്കും അളിയൻ ഈ പേടി തുടങ്ങി. ചേച്ചി, ചേച്ചി നേരത്തെ മെർലിന്റെ കാര്യം പറഞ്ഞ് എന്നെ ഒന്ന് കൊട്ടി. ഞാനിപ്പോ അളിയന്റെ കാര്യം പറഞ്ഞ് ചേച്ചി ഒന്ന് കൊട്ടി. പ്രശ്നം കഴിഞ്ഞു കേട്ടാ. മാറിക്കാണും. ചേച്ചി അളയൻ പുറത്തിരുന്ന് ഫോൺ വിളിക്കുന്നു. ഞാൻ നോക്കിയപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നു. പിന്നെ ദേഹത്തൊക്കെ തട്ടി നോക്കുന്നു, പാറ്റ ഉണ്ടോന്ന്. பாவல்ல, அவனோட மனசுல இப்ப பாட்ட அதான் இருக்கும். നല്ല പാറ്റയായിട്ടും ജനിച്ചാ മതിയായിരുന്നു. ചേച്ചി, ഈ സംഭവം എന്താണെന്നറിയൂ? അളിയൻ പാറ്റയെ കാണുന്നിടം വരെയും അളിയന് വലിയ പ്രശ്നം ഉണ്ടായിരുന്നിട്ടില്ല. പക്ഷേ പാറ്റയെ കണ്ടതിന് ശേഷം മനസ്സ് മൊത്തം പാറ്റ 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 വീട് മൊത്തം പാറ്റയാ. ഞാൻ അവിടെ നോക്കിയപ്പോഴും ഒരു പാറ്റ ജനലിന്റെ ഇടയിൽ കൂടെ പറന്നങ്ങ് പോവാ. അത് പാറ്റൊന്നും ആയിരിക്കില്ല, വല്ല പല്ലിയോ വല്ല തവള എന്തെങ്കിലും ആയിരിക്കും. ഈ വീട്ടില് പല്ലിയും ഉണ്ടോ? ഇതങ്ങോട്ടേക്ക്. அது வந்து சொல்லும். അളിയന് പല്ലിയും പേടിയാണോ? പല്ലിനെ പേടിയായിട്ടില്ല, പക്ഷെ കാണുന്ന എന്തൊരു അറപ്പാളിയാ. ചേച്ചിക്ക്? അല്ല, സത്യം പറഞ്ഞ പല്ലി വലിയ പ്രശ്നക്കാരനൊന്നും അല്ല, എന്നാലും അലമ്പ. അലമ്പ്? അയ്യടാ, ഈ പല്ലി എന്ന് പറയണതും പ്രകൃതിയുടെ ഒരു വരദാനമല്ലേ ചേച്ചി? അതിപ്പോ പാവല്ലേ? പാവാ. എന്താണല്ലോ ഇതുവരെ പാറ്റകളുടെ ശല്യം ഉണ്ടായിരുന്നില്ല, പക്ഷെ ഇപ്പൊ എവിടെ നോക്കിയാലും പാറ്റയാ. അതാണ് പ്രശ്നം. സിദ്ധുവേ, ഒരു കാര്യം പറയാം, പക്ഷെ പേടിക്കരുത്, കിടന്ന നിലവിളിക്കരുത്. അളിയാ, അളിയന്റെ തോളത്ത് ഒരു കുഞ്ഞു പാറ്റ.
6-6.5 അടി പൊക്കം, അതിനൊത്ത തടി, നടപ്പും പാവമൊക്കെ കണ്ടല്ലോ. ലോകം മൊത്തം ഇപ്പം കീഴടക്കും എന്നുള്ള പാവമാണ്. ചിനിയും പോലൊരു പാറ്റയെ കണ്ടപ്പോ ഉള്ളങ്കാല മൂലം കിടന്ന് വിറയ്ക്കുന്നു. ഇത്രയേ ഉള്ളൂ മനുഷ്യൻ. സിദ്ധുവേ, ഈ പാറ്റപ്പേടി മാറ്റാൻ വേണ്ടിട്ടേ നമുക്ക് ഏതെങ്കിലും ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്താലോ? അത് മിക്കവാറും വേണ്ടി വരും. ഏയ് അതിന്റെ ആവശ്യമൊന്നുമില്ല. പാറ്റ ദൂരത്താണെങ്കിൽ ഞാൻ സേഫാ. പാറ്റ എന്റെ അടുത്ത് വരുമ്പോഴാണ് ഞാൻ ലോക്കായി പോകുന്നത്. ദൂരം എന്ന് പറയുമ്പോ 1 കിലോമീറ്റർ അപ്പുറത്താണോ അളിയ? എന്റെ പൊന്നളി, ഞാൻ ഈ പ്രതിസന്ധി ഇരിക്കുമ്പോ എന്തിനാണ് എന്നെ ട്രോളാൻ നിൽക്കുന്നേ? അതെ, എല്ലാരും കൂടെ എനിക്കൊരു സൊല്യൂഷൻ കണ്ടുപിടിച്ചു തന്നേ. പാറ്റക്കാരൻ ജീവിക്കാൻ വയ്യാത്ത അവസ്ഥയും. സൊല്യൂഷൻ എന്താ? വല്ല വിഷം അടിച്ച് കൊല്ലുക, വേറൊന്നുമില്ല. ചേച്ചി പാറ്റേനടാ. പാറ്റേനെ അളിയ അത്ര തന്നെ. പാറ്റയെ വലിയ വിഷം കൊടുത്ത് കൊല്ലുക. അളിയെ വിഷം അടിച്ചു കഴിഞ്ഞാലുള്ള കുഴപ്പമില്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ പാറ്റ കുറച്ച് നേരത്തേക്ക് മാറിയിരിക്കത്തേ ഉള്ളൂ. വിഷത്തിന്റെ എഫക്ട് കഴിയുമ്പോഴേക്കും പാറ്റ തിരിച്ച് വീട്ടിലേക്ക് വരും. ഞാൻ എത്രയോ തവണ പരീക്ഷിച്ചതാ. എന്നാ നമുക്ക് പാറ്റ അടിച്ചുവല്ല, എന്നിട്ട് വിഷം അടിക്കാം. ആടി ഇരിക്കണ് 1500 പാറ്റ ഇവിടെ. ആ പട 3-4 പാറ്റയുണ്ട്. അതിനൊക്കെ എവിടെ പോയിട്ട് തല്ലിക്കൊല്ലേ? 3-4 പാറ്റയോ? ഈ വീട് മൊത്തം പാറ്റയാ. കിച്ചണിലെ പാറ്റ, നമ്മുടെ മുറി പാറ്റ, എല്ലായിടത്തും പാറ്റ. ഞാൻ ഈ മേശയുടെ പുറത്തുകൂടെ നടന്നു പോകുന്നവരെ ഞാൻ കണ്ടതാണ് പാറ്റ. മേശയുടെ പുറത്തോട് ഇവിടെ നിങ്ങൾ നടന്നു പോകുന്നത് ഞാൻ നോക്കിയപ്പോ. ഞാൻ ഇവിടെ എപ്പോഴും ഇരിക്കാറുള്ളതാണ്. ഞാൻ ഇന്നവരെ കണ്ടിട്ടില്ല. എന്റെ പൊന്നളി, ഇവിടുത്തെ കബോർഡൊക്കെ തുറന്നു നോക്കുക, അതിനകത്തൊക്കെ കാണും. കൂടുതൽ പറയാനൊന്നും വേണ്ടത്, ഇത് തുറന്നു നോക്കി, ഇതിനകത്ത് കാണും. ഈ ഡ്രോയറില് പാറ്റി. എന്നാ പിന്നെ ഇന്ന് ആ ഡ്രോയർ തുറന്നു നോക്കിയിട്ടുള്ളൂ ബായി കാര്യം. പിന്നെ പാറ്റ പോലും പാറ്റ. ഇവിടെ എല്ലാ ദിവസവും വൃത്തിയാക്കണാണ് കേട്ടോ നമ്മള്. അപ്പൊ നോക്കിയോ, തുറക്കുമ്പോ പാറ്റ ഇല്ലെങ്കിലാണ്. ആ എവിടെ ഇതിനകത്ത് പാറ്റ? പാറ്റ എന്താ പ്രശ്നം? പാറ്റയ്ക്കകത്ത് കബോർഡ് അല്ല, കബോർഡിനകത്ത് പാറ്റ. എവിടെ നോക്കട്ടെ. പാറ്റ ഉണ്ടോ അതിനകത്ത്? ഇല്ല മോനെ, തുറക്കത്തില്ല. ஐயோ எவ்வளவு நல்ல பார்வை, என்ன பாசம். പാറ്റ ഇത് ഇങ്ങനെ വിട്ടാ പറ്റത്തില്ല. ഉടനെ എന്തെങ്കിലും ചെയ്തേ പറ്റത്തുള്ളൂ. அம்மா அப்படின்னா சாப்பாடு எடுக்கட்டா? ഇതിനെ ഇങ്ങനെ വിട്ടാ പറ്റത്തില്ല. പോയി ചൂലും വടിയും കമ്പും ഒക്കെ എടുത്തോണ്ട് വാ. அம்மா எதுக்கு? അയ്യോ, പോയി എടുത്തോണ്ട് വാ. അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി പാറ്റയെ തല്ലിക്കൊല്ലുക. അത് തന്നെ. ഇന്ന് ഇവിടെ വേറെ ഒരു പരിപാടിയില്ല. ഫുഡ് പോലും വെക്കണ്ട. വൈകിട്ട് നമുക്ക് ഫുഡ് പുറത്തുനിന്നല്ല മേടിക്കാം. പാറ്റനെ മൊത്തം ഒഴിവാക്കി കിട്ടിക്കഴിഞ്ഞുണ്ടല്ലോ, ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കിടിലൻ ട്രീറ്റ് തരും. എന്നാ പിന്നെ പാറ്റ കൊല്ല. അപ്പൊ തകൃതിയായിട്ട് പണി നടക്കട്ടെ, ഞാൻ പുറത്ത് കാണുവേ. അയ്യടാ, പൊന്നുമോനും ഇവിടെ വേണം. അവിടെ പോണം. അല്ല, പുറത്ത് നിൽക്കാൻ. അങ്ങനെ പോരുത്. നമുക്ക് പാറ്റയുടെ പേടി മാറ്റണ്ടേ? അളിയന്റെ കൈ കൊണ്ട് നമ്മള് പാറ്റ തല്ലിക്കൊല്ലിക്കും. തല്ലിക്കൊല്ലും. പാറ്റ എന്ന് പറയുമ്പോ ഒരു ആവേശം കണ്ടില്ലേ? എട്ടിവിടെ എക്യുപ്മെന്റ്സ് ഇട് എന്ന് പൊള്ളിക്കല്ലേ ചേച്ചി? பிடிச்சுக்கோ. കൊല്ലണ്ടളിയാ. കൊല്ലണം. ചേച്ചി, ചേച്ചിയുടെ ഭർത്താവ് 2 മതിലും ചാടി അങ്ങ് പോയിട്ടുണ്ട്. പോയാ? ആ, അപ്പുറത്ത് ആനയാണ്. തപ്പിട്ട് മാറിക്കേ. അളിയാ, ഓപ്പറേഷൻ പാറ്റ. അതിനൊരു സുഖമില്ല. ഓപ്പറേഷൻ കോക്രോച്ച്. എന്തായാലും പാറ്റനെ കൊല്ലണ പരിപാടിയല്ലേ തന്നെ. എന്നാ ബാ. ചേച്ചി, പാറ്റയുടെ മണ്ടക്കടിച്ചു കൊല്ലണോ അതോ നടുവിനടിച്ചു കൊല്ലണോ? അതെ, ഒച്ച കുറച്ച് സംസാരിക്കണം കേട്ടോ. പാറ്റ പതുങ്ങാൻ ചാൻസ് ഉണ്ട്. പാറ്റക്കാരൻ ചെവിലുണ്ടോ? ஐயோ அதனால தானே நம்ம பேசுற சத்தம் எல்லாம் கேட்கும்போது வேற எங்கேயாவது போறது. എന്റെ പൊന്നെ, പാറ്റയ്ക്ക് ചെവിയൊന്നും കേട്ടൂടാ.
അതിന്റെ കാലിൽ ചെറിയ ചെറിയ കുറച്ച് രോമങ്ങളുണ്ട്. അതുവഴിയാണ് പാറ്റ ഈ സൗണ്ട് ഒക്കെ സെൻസ് ചെയ്യണത്. അയ്യേ அதுக்கு ചെവി ഇല്ലയാ? ഇല്ല. അയ്യോ പാവല്ല. പാറ്റ മാത്രമല്ല അങ്ങനത്തെ കുറെ ജീവികളുണ്ട് ചെവിയില്ലാത്തത്. അപ്പൊ പാമ്പിനാ? എടി ഈ പാമ്പെന്ന് പറയുമ്പോ അതെ 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 അളിയ ആവശ്യമില്ലാത്ത കാര്യം എന്തിനാടാ ഇപ്പൊ സംസാരിക്കുന്നത്? പോയി പാറ്റത്തപ്പടാ. ഓ പറയാൻ മാത്രം കൊള്ളാം. ഞാൻ ഈ റൂം നോക്കാം. മിണ്ടാതെ ഉരിയാടാതെ. ഇതെന്തരിത്? ജപിച്ച ചരട് കൊണ്ട് ഈ പാറ്റയുടെ അരയെ കെട്ടി കൊടുക്കാൻ പോണോ? മിണ്ടാതെ ഉരിയാടാതെ പോയി. എടാ അതല്ല, നമ്മൾ മിണ്ടാതെ അകത്ത് കയറി ഓരോ സാധനങ്ങളും അനക്കി നോക്കണം. അപ്പം അകത്തുണ്ടെങ്കിൽ ഇവൻ പുറത്തിയാടും. അപ്പം നമുക്ക് അടിച്ചു കൊല്ലാം. നീ എന്തോ ആലോചിക്കുന്നേ? കേറ് കേറ് പാറ്റയെ തപ്പാദ്യം. കേറ് കേറ്. അളയും കയറണില്ലേ? ഞാൻ പുറത്ത് നിൽക്കാം. എന്തരന് പാറ്റ പുറത്ത് വരുമ്പോ കൊല്ലാൻ. പാറ്റേ? സത്യം പറ, പാറ്റ വരുമ്പോ ഓടാനില്ലേ? ശരി. എന്നടാ പാറുന്റെ ബാഗ് തുറന്ന് അതുക്ക് അത് കഴിഞ്ഞ നൂറ്റാണ്ടിലെങ്ങാണ്ട് തുറന്നെയാണ് അവസാനമായിട്ട്. അതിനകത്ത് അല്ല പാമ്പോ പഴുതാരോ എല്ലാം കാണും. എന്തുവാടാ ഇത്? ഭയന്നിട്ട് ഉസിരെ പോച്ച്. എന്നാ പിന്നെ നമുക്ക് മിഷൻ കോക്രോച്ച് കണ്ടിന്യൂ ചെയ്താലും. ഞാൻ കയറാതെ. ഞാനും വരാം. ലച്ചു ഒന്നുകൊണ്ടും പേടിക്കണ്ട, സിദ്ധു പുറത്തുണ്ട്. ഓ ഓടാ പോണം. അളയാങ്ങോ ഓ പാറ്റയാളി ഇവിടെ വല്ലതും വെച്ച് കണ്ടായിരുന്നോ? എന്തു പറ്റി? അല്ല കണ്ടായിരുന്നു ചോദിച്ചതാ. പാറ്റ കാണും എന്താണല്ലോ ഇവിടെ കാണും. കാണും. ആ ശരി കാണും കാണും. ഇത്രയും ഉറപ്പിച്ച് പറഞ്ഞ സ്ഥിതിക്ക് എടാ കണ്ടടിച്ചു കൊന്നേക്ക്. കണ്ട ഉറപ്പായിട്ട് ഞാൻ അടിച്ചു കൊല്ലാം. ആ പാറ്റ ഇല്ല 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 നോക്കട്ടെ. സത്യം പറയാലോ അളിയ, ഈ റൂമിൽ 24 മണിക്കൂർ ഇരിക്കുന്നതാണ് ഞാൻ. എന്റെ അനുഭവത്തിൽ നിന്ന് പറയാണ്, ഇതുവരെ ഞാൻ അതിനകത്ത് പാറ്റയെ കണ്ടിട്ടില്ല. പാറ്റില്ല? എന്റെ പൊന്നളിയ സത്യമായിട്ട് എന്താ പാറ്റയില്ല. അമ്മൂമ്മ ഇറങ്ങി ഇങ്ങോട്ട്, ചേച്ചി ഇറങ്ങി ഇങ്ങോട്ട്, അളിയൻ വന്നേ ഇങ്ങോട്ട്. അല്ലല്ല അളിയൻ വാ അളിയൻ ഇങ്ങോട്ടെ. പിന്നെ പാറ്റ ഉണ്ടെങ്കിൽ ഇപ്പൊ നോക്കിക്കോ. പാറ്റ ഉണ്ടെങ്കിൽ ഞാൻ തല മുട്ടയടിച്ച് പുള്ളിയും കുത്തി കഴുതാടെ പുറത്ത് ഞാൻ നടക്കും. പക്ഷെ ഒരു പാറ്റെങ്കിലും കാണണ്ടാ. അങ്ങനെ കാറ്റ് കാണാൻ സാധ്യത ഉണ്ടെങ്കിൽ അമ്മൂമ്മ എവിടെ ആയിരിക്കും? മൂലക്കായിരിക്കും. അതെ, അതെ. മൂലക്കായിരിക്കും. വാ. അല്ലെന്നേ അത്യാവശ്യത്തിന് അപ്പി ഒരു പാറ്റ പോലും കാണത്തില്ല. അത്യാവശ്യത്തിനാ? പിന്നെ കൊല്ലാൻ വിളിക്കണാണല്ലോ അത്യാവശ്യം. ഇതാ നോക്ക്, ഇവിടെ പാറ്റ ഉണ്ടാ? പാറ്റ ഉണ്ടാ? നോക്ക്, അവിടെ പാറ്റ ഉണ്ടാ? പാറ്റ ഉണ്ടാ? പാറ്റ ഉണ്ടാ? നോക്ക്. പാറ്റ എങ്ങോട്ടാ പോയി? പാറ്റ എവിടെ? പാറ്റ അളിയാ പുറത്തിറങ്ങളിയാ. എന്തടി? പാറ്റ. അളിയന്റെ ഇവിടെ കയറി പോയാ? ആ അയ്യോ അളിയാ. അളിയാ പാറ്റ. അളിയാ 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 ചൂലവിടെ ചൂലവിടെ. അളിയാ പാറ്റ. അളിയാ അളിയാ പാറ്റ. അളിയാ ഡോറ്. അളിയാ പാറ്റ. പാറ്റ. അളിയാ അളിയായി സേഫ് ആയിരിക്കും. അതിനെ ഞാൻ കൊന്നു തരും. കൊല്ലടാ, തീർക്കണവനെ. പാറ്റ പറന്നുപോയി. ചേച്ചി നമ്മളേ പറഞ്ഞു വരുമ്പോഴേ അമ്മൂമ്മ നമ്മൾ ഈ പാറ്റാന്ന് പറയുമ്പോഴേ പാറ്റ ചത്തില്ലേ? ചത്ത് ചത്ത് പാറ്റ ചത്ത്. കെട്ടിയോണ്ട് കൊന്നാ? എന്തിനാണ് ആളെ എന്നെ അടിക്കുന്നേ? പാറ്റയാളിയാ അയാളെ തൊണ്ട പാറ്റ വേണം. പയ്യെ
അളിയ എന്താടാ? വേദന ഉണ്ടോ? നല്ല സുഖമുണ്ട്. അയ്യോ. சித்து நம்ம எது ஆனாலும் விட்டு கொடுக்கவே கூடாது. எல்லாத்தையும் துரத்தணும். ആന്റി കുടിക്കാൻ തരം തരാമോ? ஓ டீ காஃபி ஜூஸ் கூல் ட்ரிங்க்ஸ் என்ன வேணும் சொல்லி கொண்டு தரேன். എന്റെ പൊന്ന ആന്റി കുടിക്കാൻ കുറച്ച് പച്ചവെള്ളം മതി. ஓ கொண்டு தரேனே. അതെ, നിങ്ങൾ പാറ്റത്തോരത്തോളം ഏർപ്പടി. ഞാൻ പുറത്തു പോയിട്ടെ കഴിക്കാൻ തരും മേടിച്ചോണ്ട് പോവാൻ. അതെ അതെ, ഈ പാറ്റേനെ കൊല്ലണം നിന്റെയും കൂടെ ആവശ്യമാണ്. അതിന് ലച്ചു ഞാൻ എന്തിനാ ഇവിടെ? ഈ പാറ്റകൾക്ക് എന്നെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ എന്റെ തുളത്ത് കയറും. എന്തിനാണോ എന്തോ. അളിയ അതിന് ഒരു സയന്റിഫിക് വശമുണ്ട്. അതായത് ഇപ്പം നമുക്കൊരു സാധനത്തിനെ ഭയങ്കര പേടിയാണെന്ന് ഇരിക്കട്ടെ, ആ പേടിയുള്ള സാധനത്തിനെ നമ്മൾ ഇങ്ങനെ അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കും. മനസ്സിലായില്ല? ഇപ്പൊ ഉദാഹരണത്തിന് അളിയന് പട്ടിയെ പേടിയാണെന്നിരിക്കട്ടെ, അളിയൻ പട്ടിയുടെ ഫ്രണ്ടിൽ ചെല്ലുമ്പോ ഭയങ്കരമായിട്ട് പേടിക്കൂലേ? അങ്ങനെ പേടിക്കുമ്പോ അളിയന്റെ മനസ്സിന്റെ ഉള്ളിൽ അഥവാ ബോഡിക്കുള്ളിൽ ഒരു അഡ്രിനാലിൻ റഷ് ഉണ്ടാവും. ഹോർമോൺ ചേഞ്ച് ആണ്. അപ്പോ അളിയൻ ഒരു ടൈപ്പ് മണം പുറപ്പെടുവിക്കും. ആ മണം മണത്തിട്ട് പട്ടി എന്റെ പൊന്നളി നിർത്തക്കേ. നിന്റെ ഈ സയൻസ് കേൾക്കുമ്പോഴാ ബാക്കിയുള്ളവർക്ക് പേടിയാവുന്നത്. ആ പിന്നല്ലാതെ ഞാൻ പട്ടിയുടെ കടി കൊണ്ടോണ്ടിരിക്കും. ആ പട്ടി ഒന്നും വേണ്ട. நான் தண்ணி எடுக்கிறதுக்கு கிளாஸ் கழுவிட்டு இருந்தேன். அப்போ கிச்சனுக்குள்ள நான் ஒரு கரப்பாம்பூச்சியை பார்த்தேன். அது அங்க ஒரு கபோர்டு இருக்குல்ல, அதுக்குள்ள போச்சுடா. എന്താ കബോർഡ്? அங்க பாத்திரம் எல்லாம் வைக்கும்ல, நம்ம எடுக்காத பாத்திரம் எல்லாம். എന്താ കീഴ കബോർഡാ താഴത്തെ കബോർഡാ? அதேதான், அதுக்குள்ள போச்சு. ഓഹോ, പാത്രം എടുക്കാത്ത കബോർഡില്ലേ? അപ്പൊ അതായിരിക്കണം അതുങ്ങളുടെ സങ്കേതം. കറുപ്പാമ്പൂച്ചി പാറ്റ കൂടോടെ ഞാൻ നശിപ്പിക്കും. വേണ്ട അളിയാ, അളിയ അങ്ങോട്ട് വരരുത്. വന്നിട്ട് എനിക്ക് വയ്യ. ഓക്കെ, ഇവിടെ നിക്കണം. എന്തായിരുന്നേ പറയണ കേട്ടോ? നോക്കിക്കോ. ഏത് കബോർഡ്? ഈ കബോർഡാ? இந்த கபோர்டு. നോക്കട്ടെന്ന് ഏത് കബോർഡെന്ന്? പാറ്റ എവിടെ എവിടെ കാണാനില്ലല്ലോ. ഇതില്ലല്ലോ. അടുക്കളന്ന് ഞങ്ങൾ പോയി പാറ്റയുടെ കൂട്ടിലാണ് എന്ന് കയറി കൊടുത്തത്. അതിനകത്തുനിന്ന് മൊത്തം പാറ്റയും കൂടളകി പറഞ്ഞ്. ഇപ്പൊ നിങ്ങൾക്കാണ് എന്നെക്കാളും പേടി. പിന്നെ പേടിക്കാതെ ഒന്നോ രണ്ടോ പാറ്റ കണ്ടാ പ്രശ്നമില്ല. ഉള്ള എല്ലാ പാറ്റയും കൂടെ കൂടളകി എന്നാ പേടിക്കൂലേ? നോക്കിക്കോ, ഇന്നൊന്നെങ്കിൽ ഞാൻ അടുക്കളയ്ക്ക് തീടും, അല്ലെങ്കിൽ വേണ്ട. ലച്ചു ചേച്ചി, ചേച്ചി എന്താ? ബഡ്ജറ്റിന്റെ ആവശ്യമുണ്ട്. പൈസയുടെ ഇന്ന് നോക്കിക്കോ. ഇന്ന് ഈ കുടുംബത്തിലെ ഉള്ള എല്ലാ പാറ്റയും മരുന്നോ സൾഫ്യൂരിക് ആസിഡോ എന്തായാലും മേടിച്ച് വെച്ചാൽ കൊല്ലും. അയ്യോ 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 അറിയാ എന്താ പാറ്റിനകത്ത് പാറ്റ. അളിയ, അളിയന് ചായ വേണ്ടേ? വേണ്ടളയാ. ഓക്കെ. പാറ്റയൊക്കെ ഒന്ന് ഒതുങ്ങിയപ്പോഴത്തേക്ക് സമാധാനമല്ലേ? നല്ല സമാധാനം. നല്ല സമാധാനം. ഇതൊക്കെ ആരെങ്കിലും പുറത്തറിഞ്ഞാണ്ടല്ലോ, നാണക്കേടാണ്. ഇത്രയും വലിയ മനുഷ്യന് പാറ്റേനെ പേടിയാണ് പോലും. പുറത്തറിയത്തില്ലല്ലോ, അത് ഞാൻ പറയുമല്ലോ. അളിയോ എന്തായാ സമാധാനമൊക്കെ ഉണ്ടാ? നല്ല സമാധാനം അളിയാ. നമ്മളെ മരുന്നടിച്ചല്ലോ, അതങ്ങ് ഏറ്റ്. പിന്നെ കൊറേണത്തിന് ചവിട്ടിക്കൊന്നപ്പോഴേ ഭയങ്കര ആശ്വാസം. എന്നാലും ഇടയ്ക്കിടയ്ക്ക് രണ്ടുമൂന്നെണ്ണം കാണും. പക്ഷെ നമ്മൾ ജാഗ്രതയിലിരിക്കണം. എന്റെ പൊന്നുപാറു ഒന്നും മിണ്ടാതിരി. എന്നാലും എന്റെ സിദ്ധുവേ, ഇങ്ങനെയുണ്ട് ഒരു പാറ്റാ പേടി. ചേച്ചി, പല വീരന്മാരും ഇങ്ങനെയാണ്. ഇങ്ങനത്തെ ചെറിയ ചെറിയ പേടികളൊക്കെ ഉണ്ടാവും. എനിക്കങ്ങനെ പാറ്റനെ വലിയ പേടിയൊന്നുമില്ല, ഒരു വെറുപ്പ്. ഇപ്പൊ പിന്നെ പാറ്റയായിട്ടൊരു മല്ലയത്തൊക്കെ കഴിഞ്ഞോണ്ടേ ആ പേടിയൊക്കെ അങ്ങ് മാറി കിട്ടി. ആണോ? പാറ്റെടുത്തുള്ള പേടിയൊക്കെ മാറി? പിന്നെ എപ്പോഴോ പോയില്ലേ? അങ്ങനാണെങ്കിൽ കൊടളിയാകായി.
ഇന്നായിരിക്കട്ടെ അളിയൻ എന്റെ വക ഒരു 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 കുതിരപ്പവൻ. കുതിരപ്പവനോ? ടാൻ ടാ ഡായ്.